ഇത് വെട്ടി വിഴുങ്ങിയിട്ട് സാർ എങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്? നമ്മളെ തെക്കടുത്ത പോസ്റ്റോൻ്റെ വീട്ടിൽ ഒരു ബൈക്ക് കേടായിരിക്കുന്നത്, അത് പോയി ശരിയാക്കണം. ടി വി കണ്ടേ? ഡേയ്, ഇന്നലെ അൻസാർ നിൻ്റെ അടുത്ത് അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ പറ്റൂല എന്ന് പറഞ്ഞ. ആ കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ട് പൈസ ഇതുവരെ തന്നില്ല മച്ചമ്പി. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാവോ? ഓ അത് ശരി. അപ്പം സാറ് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് ആ പാർട്ടി പ്രവർത്തനം അറിയിക്കണേ ആണാ? ആഹാ, അത് കൊള്ളാലോ. പിന്നെ പ്രതിഫലം പ്രതീക്ഷിക്കൂലേ? അവൻ രാവിലെ മുതൽ ഉച്ച വരെ വായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവന് 10 പൈസ കൈ കിട്ടണ്ടേ? അതെ, അങ്ങനെയാണെങ്കിൽ എനിക്കെല്ലാം കോടികൾ സമ്പാദിക്കായിരുന്നു. ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ജനസേവനമാണ്, സേവനം. എന്റെ പൊന്നെ, ജനസേവനമാന്ന് ഇത്ര നാളെ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജോലി ഇതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന DDT പാർട്ടിക്കാരെ കശുവണ്ടി തൊഴിലാളികളെ പൈസ പിരിച്ചല്ലോ, അത് എന്താ സേവനമാണ്? നിങ്ങൾ എപ്പോഴും പറഞ്ഞ പോലെ ഒരു കടിനകത്ത് കയറി ഒളിച്ചിരിക്കും. നാണുണ്ടോ? എന്താ അറിയാത്ത കാര്യം? അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ചിട്ട് ബേക്കറി പോയിരുന്ന് തിന്നു മുടിക്കണതാണോ? എന്റെ കർത്താവേ, ഞങ്ങള് ബേക്കറി പോയിരുന്ന് എന്ത് തിന്നു? അയ്യോ, ഞങ്ങള് തിന്നതെന്താണ്? ഡ്രിങ്ക്സും വാങ്ങിച്ച്. എന്ത് കട്ട്ലറ്റും ചായ? ചുമ്മാ ഇല്ലടാ, അതൊന്നുമല്ല. ഡ്രിങ്ക്സും വാങ്ങിച്ചിട്ട് ഒരു അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതാണ് കഴിച്ചത്. അണ്ടിപ്പരിപ്പ് കഴിച്ചോട്ടെ, എന്താ ഉണ്ടായെന്ന് അറിയാമോ? അവിടെ അത് നിർമ്മാണ മേഖലയിൽ അവർക്ക് പ്രവർത്തനം കൂടി, തൊഴിൽ സാധ്യത കൂടി. ഒരു കവർ അണ്ടിപ്പരിപ്പ് വാങ്ങുമ്പോൾ അവരുടെ സ്റ്റോക്കിൽ നിന്നും ഒരു കവർ അണ്ടിപ്പരിപ്പ് കുറയാണ്. അപ്പോൾ വീണ്ടും അവർക്ക് അവിടെ നിർമ്മിച്ച് അവിടുത്തെ വെക്കാം അവിടെ. അപ്പോൾ അത് വരുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ സാധ്യത കൂടി, കൂടുതൽ സമയം അവർക്ക് ജോലി ചെയ്യാം. അങ്ങനെ സഹായമാണ് ഞങ്ങൾ ചെയ്തത്. സോറി ക്ലീറ്റോ, ക്ലീറ്റോനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അതെ അതെ, അവര് പറഞ്ഞായിരുന്നു ഇവരെന്താന്നാ പിരിച്ചത്, അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കാന്ന് പറഞ്ഞാണ് ഇവര് പിരിച്ചത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവരുടെ പണി പകുതിയായിട്ട് വെട്ടി കുറച്ച് കളഞ്ഞു. പക്ഷെ ഇവര് ശ്രമിക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് തന്നെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചുമട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പോഞ്ഞ നന്നായി. ചുമടെടുത്ത് നിങ്ങൾ ചത്തേനെ. വേണ്ടി വന്നാൽ ഞങ്ങൾ അതും ചെയ്യും. പിന്നെ നീ പറഞ്ഞില്ലേ അവിടെ തൊഴിൽ അവരുടെ പ്രശ്നം ഉണ്ട്, അതാരും ഞങ്ങളല്ല കാരണം, ആർഡിപിക്കാരാണ്, അവന്മാരാണ്. എന്റെ പൊന്നു ക്ലീറ്റോ, കക്കവും പിടിച്ചാൽ നിങ്ങൾ നിൽക്കാനും കൂടി എന്തറിഞ്ഞിട്ടാണ് തങ്ക ഈ കിടന്ന് വെള്ളം വെക്കുന്നത്? അയ്യോ, ഒന്നും അറിഞ്ഞില്ല അല്ലേ? നിങ്ങളുടെ രസീത് കുറ്റിയും കൊണ്ടാണോ മറ്റേ ആർഡിപിക്കാര് പിരിവിന് പോണത്? ആണോ? അതെ, നിന്റെ സംസാരത്തിൽ മൊത്തത്തിലൊരു പ്രതിപക്ഷ ചായ ഉണ്ടല്ലോ. എന്താണ് ഉദ്ദേശം? അത് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിച്ചു. തങ്കം ചേട്ടത്തി എണ്ണം വെച്ചോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഷൈൻ ചെയ്യും 100%. എന്തോ രാഷ്ട്രീയത്തിൽ തങ്കം ചേട്ടത്തിക്ക് നല്ല ഭാവി. തള്ളി മറിച്ചങ്ങ് പൊക്കി വെച്ചു കൊടുക്കുക ചേട്ടത്തിയെ. എന്നിട്ട് ഒരു 5 ദോശയും 2 പുഴുങ്ങിയ മുട്ടയും കൂടെ വിഴുങ്ങുന്നീ. പിന്നെ നിനക്ക് ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തങ്കം, നമ്മൾ തമ്മിലുള്ള ബന്ധം വേണ്ട അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേ മുങ്ങേ ചാട എന്ത് വേണോ ചെയ്തോ കേട്ടാ, അല്ലാതെ നീ ഒന്നും വിചാരിക്കല്ലേ. സത്യത്തിൽ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, ഞാൻ ഇതെങ്ങനെ ക്ലീറ്റോൻ്റെ അടുത്ത് പറയുമെന്ന്. എന്നെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും വിളിക്കുന്നുണ്ട് പെൺപുലിയായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകും? പോയാൽ തന്നെ നിങ്ങളുടെ ഒരു കുറ്റം കുറവ് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ സർവ്വ കള്ളത്തരം എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചേക്കുന്നത് നിങ്ങളെ ഡൈവോഴ്സ് ചെയ്തിട്ട് പോവുള്ളൂ. എന്നാലേ എനിക്ക് നിങ്ങളെ മൊത്തം കരിവാരി തേക്കാൻ പറ്റും. ആയിക്കോട്ടെ.